ഈ മാജിക് അപ്പൊ നമ്മൾ മാജിക്കിലോട്ട് പറഞ്ഞപ്പം എന്താ ഇതിന്റെ സീക്രട്ട്? മാജിക് സീക്രട്ട് ഉണ്ടല്ലേ? അത് സീക്രട്ട് തന്നെയാണ്. അതെല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ആ സീക്രട്ട് പിന്നീട് ആരും അത് പൊട്ടിക്കരുത്. ആ സീക്രട്ട് ആരും പൊട്ടിക്കാൻ പാടില്ല. ഒരു മജീഷ്യൻസ് പോലും അത് വെളിയിൽ പറയല്ല. അത് പോയി. മാജിക്കിന്റെ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നുമല്ല. നമുക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും വെച്ചിട്ട് ഒരു കുഞ്ഞു സംഭവം ചെയ്യാൻ പറ്റുമോ? ഇവിടെ വെച്ചിട്ട് എന്താ? ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടോ? ഈ ബോട്ടിൽ വെച്ചിട്ട് അല്ല, ഈ ബോട്ടില് ഇതിപ്പോ ഒരു ബോട്ടിലാണ്. ഞാൻ നോക്കട്ടെ എനിക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുമോന്ന്. ഇതൊരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ ഇത്തിരല്ലേ വെള്ളമുള്ളൂ. ഈ വെള്ളം കുറക്കാൻ വേണമെങ്കിൽ നമുക്ക് വിചാരിച്ചാൽ കുറക്കാം, കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാം. പക്ഷെ വേണ്ട, ഈ ബോട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ചെയ്യിപ്പിക്കാം. ഇതിന്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ ഇതിന്റെ സൈഡിൽ നിന്നോ എവിടെന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും വസ്തു നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കല്ലേ, 1 2 3 കയ്യിൽ പിടിച്ചിരിക്കില്ലേ? എന്റെ കൈ ശ്രദ്ധിച്ച് നോക്കണേ. 1 2 3 ഈ കൈ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു. ഇപ്പൊ ഒന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? ഇനി എന്റെ ഈ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കൈയടക്കെന്ന് പറയും. ഈ ബോട്ടിലിന്റെ അടിയിൽ ഒരു സാധനം ഉണ്ടാവും. എടുത്തു നോക്കിക്കോ. കണ്ട, ഒരു മോതിരം. ഹാൻഡ് ട്രിക്സ് ആണ്. അതെവിടുന്നോ അതെങ്ങനെ നമ്മുടെ കണ്ണുപിടിച്ച് സാധനം വന്നവിടെ. അപ്പൊ അതാണ് ഹാൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ മോതിരം ഇവിടുന്ന് ഊരി ഇവിടെ വെച്ചതൊന്നും കണ്ടില്ലല്ലോ. ഇല്ല, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിന്റെ ബേസിക് മുതല് വാപ്പിച്ച തന്നെ പഠിപ്പിച്ചത്. കൊച്ചിലെ മുതലേ ഇൻട്രസ്റ്റ് ആയിരുന്നു, ഇങ്ങനെ പുറകെ നടക്കായിരുന്നു എനിക്ക് പഠിപ്പിച്ചത്. ഇല്ല, മാജിക് പഠിക്കണം എന്നൊരു ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ശരിക്കും മാജിക് ഉപ്പച്ചിയുടെ കൂടെ പോകുമ്പോ അസിസ്റ്റന്റ് ആയിരുന്നു മാജിക്കിന്റെ. ഞാൻ ഉപ്പച്ചി മമ്മിയൊക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ വയറ്റിപ്പഴപ്പായതുകൊണ്ട് കൂടെ അങ്ങനെ പോയി ചെയ്യാന്നല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ചെറിയ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി ഉപ്പച്ചി പഠിപ്പിച്ചു തരും. ഉപ്പച്ചി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു തമ്മനം അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു മാജിക് പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന ഒരാളാണ്. പുള്ളിയാണ് സാധനങ്ങളൊക്കെ തരും, എക്യുപ്മെന്റ്സ് ഒക്കെ തരും. അങ്ങനെ മാജിക് അതെ. ഉപ്പച്ചിയുടെ ഒരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര ഒരു സംഭവം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും തീരാ നഷ്ടമല്ലേ അതൊക്കെ. ഉപ്പാമാര് പോവാന്ന് പറഞ്ഞാൽ തീരാ നഷ്ടമല്ലേ. പിന്നെ നിങ്ങൾ രണ്ടാളും അല്ലേ? പിന്നീടുള്ള ലൈഫ് എങ്ങനെയായിരുന്നു? പിന്നീട് ലൈഫ് എനിക്കൊരു ജോലി ഉണ്ടല്ലോ. എന്നുവെച്ചാൽ ഉപ്പച്ചി ജീവിച്ചിരിക്കുമ്പോ തന്നെ ഞാൻ ഉണ്ട്. ഉപ്പച്ചി മരിക്കുമ്പോൾ ഞാൻ കാര്യസ്ഥൻ മൂവി കഴിഞ്ഞു. അതിന്റെ ഒരു റീ എൻട്രി മൂവിയാണ് ശരിക്കും മലയാളത്തില്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറെ പടങ്ങൾ ചെയ്തു തുടങ്ങിയത്. അപ്പൊ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പടങ്ങൾ കിട്ടി തുടങ്ങി എനിക്ക്. പിന്നെ സിസ്റ്റർ ഉണ്ട് എനിക്ക്, അത് അവള് തൊടുപുഴ സെറ്റിലാണ്. സെഫ്നി എന്നാ പേര്, സെഫ്നി ഖാൻ. നല്ല വെറൈറ്റി പേരുകൾ. അതുപോലെ ഇപ്പൊ നമ്മള് മൂവിയുടെ കാര്യം പറഞ്ഞു. യൂഷ്വലി ഈ ഒരു സീരിയലില് ആക്ട് ചെയ്തവര് അധികം നമ്മള് സിനിമയില് കാണുന്നത് കുറവായിരിക്കും. അതുപോലെ സിനിമ ചെയ്യുന്നവര് സീരിയലില് കുറവായിരിക്കും. ഇത്തവണ കേസ് നോക്കുകയാണെങ്കിൽ സിനിമയിലുണ്ട് സീരിയലിലും ഉണ്ട്. സീരിയലിൽ ഇപ്പൊ കുറെ ഞാൻ ചെയ്തിട്ട് സീരിയലും ചെയ്തിട്ടുണ്ട്. രണ്ടും ഉണ്ട്. ആ സമയത്ത് സിനിമ കുറവായിരുന്നു. കൊല്ലത്തിൽ ഒരു 1 2 പടങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ശരിക്കും എന്താ അതിന്റെ റീസൺ? ഈ സിനിമ സീരിയല് അങ്ങനെ റീസൺ എന്ന് പറയാനൊന്നുമില്ല. ആ കാലത്ത് പിന്നെ എനിക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അത്ര ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ മാത്രമുള്ള ഒരു സൈസ് ഒന്നും അന്ന് ഇല്ലായിരുന്നു. ഞാൻ ഒരു ചേച്ചി, ഒരു ചേട്ടത്തിയമ്മ. എന്നാലും അതിൻ്റെ അകത്ത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞ മൂവിയിലാണ് പിന്നെ ചേട്ടത്തിയമ്മായിട്ട് ചെയ്തത്. ജയറാമേട്ടന്റെ ചേട്ടത്തിയമ്മ, ലോഹിദാസിന്റെ പടം, സത്യനന്ദിക്കാടിന്റെ മൂവി. പിന്നൊന്നും അങ്ങനത്തെ ക്യാരക്ടർ റോളുകൾ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. പിന്നെ കാര്യസ്ഥൻ കഴിഞ്ഞപ്പോൾ ആ കാര്യസ്ഥൻ ഹിറ്റ് ആയപ്പോഴാണ് കുറെ മൂവീസ് അങ്ങനെ. പിന്നെ നമ്മൾക്ക് തെസ്നി ഈ റോള് തെസ്നി ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞിട്ട് ചിലവർ വിളിച്ചിട്ടാണ് ചില സിനിമകൾ ഞാൻ ചെയ്തത്. അങ്ങനെ അത് പിന്നെ ഇപ്പം നോക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ സീരിയൽ ഞങ്ങൾ ചെയ്ത കാലത്തെ പോലത്തെ സീരിയലല്ല ഇപ്പൊ സീരിയൽ ശരിക്കും തെലുങ്ക് തമിഴ് സ്റ്റൈലായി മാറി. ഒരു അപൂർവം ചില സീരിയൽ മാത്രമേ ഉള്ളൂ ഒരു എന്താ പറയാ നാച്ചുറൽ ഫീൽ ചെയ്യുന്ന. അത്തരത്തിലുള്ള സീരിയൽസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ ട്രെൻഡിനൊത്ത് മാറണം നമ്മള്. കാരണം ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടം സാരിയും ഓർണമെന്റ്സും ഒക്കെ കാണാനാണ്. ഒരു എപ്പിസോഡിൽ ആ ആർട്ടിസ്റ്റ് എത്ര സാരി ഉടുത്ത് ഏതുതരം കമ്മലിട്ട് അതാണ് അവര് വീട്ടമ്മമാർ പോയി ഷോപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? പണ്ട് അങ്ങനെയൊന്നും ഇല്ല. പണ്ടൊരു ചെറിയ ഞങ്ങളൊക്കെ കാലത്ത് ഒരു പഴഞ്ചൻ സാരിയൊക്കെ തരാറുള്ളൂ. പണ്ട് എന്റെ ഉമ്മയൊക്കെ പറയാറുണ്ട്,
ബീനാന്റണിക്ക് എത്ര സാരി ഉണ്ടെന്ന് അറിയാം. അതൊക്കെ പണ്ട് വനിതയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ. ഇതിന്റെ സീരിയൽസിന്റെ കോസ്റ്റ്യൂം നിങ്ങളല്ലേ വാങ്ങണ്ടേ? സീരിയലിന്റെ കോസ്റ്റ്യൂം നമ്മൾ അത് ഈ സീരിയലിന് കിട്ടുന്ന ഇൻകത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. അതൊക്കെ വളരെ വളരെ നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നതിന്റെ ഒരു ഹാഫ് നിങ്ങൾ ഈ പറയുന്ന പോലെ. ഞാൻ പണ്ട് സ്വരരാഗം എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തു നമ്മുടെ ഏഷ്യാനെറ്റില്. അതിൽ ഞാനൊരു ബ്രാഹ്മൺ ലേഡി ആയിട്ടാണ് അഭിനയിക്കുന്നത്. ആ ബ്രാഹ്മൺസ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മൺസ് കഥാപാത്രം കിട്ടുമ്പോ നമ്മൾ ബ്രാഹ്മൺസിന്റേതായ സ്റ്റൈൽ സാരികൾ വാങ്ങിക്കണം. ചുങ്കിടി മോഡൽ, ചെക്ക്, ചെറിയ പട്ട് പട്ടല്ല, ഞങ്ങള് സാധാ കുടുംബമാണ്. പട്ട് സാരി. മനസ്സിലായി. ബിന്ദു പണിക്കരാണ് അമ്മ. ഞാൻ മൂത്ത മോള് കല്യാണി. എന്റെ ഇളയത് രശ്മി സോമൻ, മൂന്നാമത്തെ സുജാ കാർത്തിക. ഞങ്ങൾ 3 പെൺകുട്ടികളാ. നല്ല സീരിയലായിരുന്നു അത്. അപ്പൊ മൂത്ത കുട്ടി എന്ന നിലയിൽ ഞാൻ കുറച്ച് എന്നാലും മുല്ലപ്പ് വയ്ക്കും, മൂക്കുത്തി ഉണ്ടാവും, പൊട്ടൊക്കെ തൊട്ട് ആ ബ്രാഹ്മൺ സ്റ്റൈൽ തന്നെ ആയിരിക്കും. എന്നിട്ട് ഞാൻ ബ്രോഡ്വേ ബ്രാഹ്മൺസിന്റെ കടകളിൽ പോയിട്ട് ഓരോ ഷെഡ്യൂളും 5ഉം 10ഉം സാരി വെച്ചെടുക്കും, വാങ്ങും. പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അത് സീരിയലൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ എലിമമാർക്കൊക്കെ കൊടുത്തു സാരി. അപ്പൊ കിട്ടുന്നതിന്റെ കൂടുതലും ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സീരിയലുകളുടെ കാര്യം. നമ്മള് കോസ്റ്റ്യൂമിലും ഒക്കെ കൂടുതലും ഓർണമെന്റ്സ് ഒക്കെ. പക്ഷെ അന്ന് നമ്മുടെ സമയത്ത് ഓർണമെന്റ്സ് ഒക്കെ കുറവായിരുന്നു. അന്നത്തെ ഇതില് അത്ര ഗ്ലോഡി ആയിട്ട് അഭിനയിക്കുക. മേക്കപ്പും അപ്പം ഇവര് തന്നെ ചെയ്യണോ? മേക്കപ്പ് ഇവര് തന്നെ ചെയ്യണം. അത് ആവശ്യമാണ് ഇപ്പം. അതായത് ചില തെലുങ്ക് സീരിയലിന്റെ പതിപ്പായിരിക്കും ചിലപ്പം മലയാളത്തിൽ വരുന്നത്. അപ്പൊ ആ തെലുങ്ക് സീരിയലിൽ അവർ എങ്ങനെ ഒരുങ്ങുന്നുവോ അത് തന്നെയായിരിക്കും മലയാളത്തിലും നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലാതെ ഇവരെ സ്വന്തം ഇഷ്ടത്തിന് വാരി വലിച്ച് ഒരുങ്ങുന്നല്ല. ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ച് വരുന്നൊരു നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോഴും മറ്റേ മാലയും. പക്ഷെ അല്ല, അപ്പൊ നിങ്ങൾ ഹിന്ദി സീരിയലും തെലുങ്ക് സീരിയലും അവിടുത്തെ നമ്മുടെ ഓഡിയൻസിനാണല്ലോ ഇത്രയും കൂടെ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് കാര്യങ്ങൾ ഇവരെ ഉറങ്ങുമ്പോ ഇങ്ങനെ. പക്ഷെ അല്ല, നമ്മുടെ ചാനൽ പറയുന്നത് അങ്ങനെയാണ്. അവിടെ എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ. പക്ഷെ ഇപ്പൊ അത് ട്രെൻഡായി മാറി. അതിപ്പോ ഒരുപാട് പേര് ഇപ്പം സീരിയൽ കാണാൻ കാത്തിക്കുന്നത് എന്താ, അയ്യോ അവർ ഇന്ന് ഈ എപ്പിസോഡ് എന്തായിരിക്കും. അതാണ് അവർക്ക് നല്ല പേരാ. കാരണം ഈ സീരിയലുകാരാണ് എന്നും വീട്ടിൽ വരുന്നത്. ഒരു ട്രെൻഡ് ഒക്കെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യില്ല. ഞാൻ പിന്നെ മറ്റേ എന്താ നമ്മുടെ ചന്ദനമഴയ്ക്ക് അതിലെ കന്യ ചേച്ചിയൊക്കെ ഓരോരോ ട്രെൻഡ് സെറ്റർ ആയിട്ട് ഓരോ ബ്ലൗസ്, ഡിഫറെന്റ് ബ്ലൗസ്, ഓരോ ഡിഫറെന്റ് സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ സാധാരണക്കാർ കല്യാണത്തിനൊക്കെ പോകുമ്പോഴുന്നത്. അതെ. കുറ്റം പറയാൻ പറ്റില്ല. ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് കാലം മാറുന്നതനുസരിച്ച് കോലം മാറില്ലേ, അങ്ങനെയാവുന്നതാണ്. അതുകൊണ്ട് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നാച്ചുറൽ ആയിട്ട് ചില സിനിമകളില്, സിനിമ എന്ന് വെച്ചാൽ ഒരു ലൈവ് ബിഹേവിംഗ് ആണ്, അഭിനയമല്ല. സിനിമ നാച്ചുറാലിറ്റി ഉള്ളതാ സംഭവമാണ്. അവിടെ ഇത് പറ്റില്ല. അവിടെ എപ്പോഴും സ്ട്രിക്റ്റ് ആണ്. ഒരു കാതില് പോലും സെക്കൻഡ് സ്റ്റഡ് പോലും ഊരിക്കളയും. നമുക്കൊന്നും കുത്താൻ പോലും പറ്റില്ല. അതാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ഇതിലെന്താണ് മെയിൻലി റോങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടസ്റ്റൻസിന് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ശ്രദ്ധിക്കുക. പല ഈ ആർട്ടിസ്റ്റുകളല്ലാതെ തന്നെ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ എടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് ശരിക്കും കുറച്ചും കൂടിയും ഒരു മോഡൽ രംഗത്ത് നിന്ന് ഒരാള്, ബിസിനസ് രംഗത്ത് നിന്ന് ഒരാള്, അങ്ങനെ എടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. കൂടുതലും ഞങ്ങളുടെ ഒക്കെ ഷോ എന്ന് പറയുന്നത് കൂടുതലും ഞാൻ ചെന്ന് നോക്കുമ്പോ ഇതെന്താ കോമഡി മെഗാ ഷോ ആണോ? ആര്യ വരുന്നു, പാഷാണ ഷാജി വരുന്നു, വീണ നായർ വരുന്നു, ഞാൻ വരുന്നു. ഇല്ല, അത് അടുത്ത സീസണിലായിരുന്നു. അടുത്തല്ല, ഫസ്റ്റ് സീസൺ ആയിരുന്നു. അതെ. മഞ്ജു പത്രോസ് വരുന്നു. ഞാൻ പറയുന്നത് എന്ത് കോമഡി ഷോയോ ഇവിടെ. പക്ഷെ അവിടെ എപ്പോഴും നന്നാവില്ല. അത് കുശുബും എപ്പോഴും ഉണ്ടാവും. അവിടെ ജലസ് ഉണ്ടാവും. പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പല ആളുകൾ വരണം. പല തരത്തിലുള്ള ആൾക്കാർ വന്ന് ഒരു ബിഗ് ബോസ് ആയിരിക്കണം. അപ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ അതിന് ആർട്ടിസ്റ്റ് വേണമെങ്കിൽ ഒരാളെ 2 പേര് ഇടാം, കുഴപ്പമില്ല. പക്ഷെ പല മേഖലകളാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് ആൾക്കാർ കണ്ടിരിക്കുന്നത് ആർട്ടിസ്റ്റുകളായിരിക്കുമല്ലോ. നമുക്കിങ്ങനെ എല്ലാ ആഴ്ചയിലും ലാലേട്ടൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും സംസാരിക്കണല്ലോ എന്നുള്ളൊരു തോന്നല. ലാലേട്ടൻ അത് നന്നായി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തവണ ലാലേട്ടനാണെന്ന് തോന്നുന്നു ഷോ കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലേ, ലാലേട്ടൻ തന്നെയാണ്. വേറെ എല്ലാവരെക്കാളും ലാലേട്ടൻ ഒരാള് കാരണം മാത്രമാണ് അത് കാണുന്നത്. അതെ. വീക്കെൻഡ്സിലാണ് കൂടുതൽ ആളുകൾ. പിന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാളില്ലെങ്കിൽ പിന്നെ ആ ഷോ കാണില്ല ആരും. ലാലേട്ടൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവാർഡ് ഒക്കെ കിട്ടി. വിളിച്ചില്ല, മെസ്സേജ് ഇട്ടു, ഇൻസ്റ്റയില് ഷെയർ ചെയ്തു. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ നല്ല, നമ്മുടെയൊക്കെ അഭിമാനമാണത്. അവരൊക്കെ ഉള്ള കാലത്ത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാന്ന് പറയുന്നത് തന്നെ നമ്മുടെയൊക്കെ ഒരു അഭിമാനമായിട്ട്. അതെ.